ഷവോമിയുടെ Mi 11 ലൈറ്റ് എന്ന സ്മാർട്ട് ഫോൺ ഇപ്പോൾ നമുക്ക് ഇന്ത്യയിൽ അവൈലബിൾ ആണ്. അതും ഈ ഫോണിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ഡിസൈനാണ് ഏറ്റവും ഭയങ്കര ഹൈലൈറ്റ് ആയിട്ട് കാണിച്ചേക്കുന്നത്. അത് ഈ ഫോൺ ഉപയോഗിച്ചതിന് ശേഷം എനിക്ക് തോന്നിയ കാര്യം ഇത് തന്നെയാണ്. അതായത് ഇതിൻ്റെ ഹൈലൈറ്റിംഗ് ഫീച്ചറായ ഡിസൈൻ മാത്രമാണ് ഇതിൻ്റെ ഈ ഒരു പ്രൈസ് റേഞ്ചിനകത്ത് ഏറ്റവും അപ്പീലിംഗ് ആയിട്ട് നിൽക്കുന്ന ഒരു ഫീച്ചർ എന്ന് പറയുന്നത്. കാരണം ബാക്കിയുള്ളതൊക്കെ എടുക്കുവാണെങ്കിൽ നല്ലതാണ്, പക്ഷേ അതിലും ബെറ്റർ ആയിട്ടുള്ള സ്മാർട്ട് ഫോൺസ് നമുക്ക് അവൈലബിളുമാണ്. അതും ഈ ഫോൺ ഏത് സെഗ്മെൻറ്റ് വരുമെന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ഈ Mi 11 ലൈറ്റിൻ്റെ 2 വേരിയൻ്റാണ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ആദ്യത്തെ വേരിയൻ്റ് എന്ന് പറയുന്നത് 6GB റാമും 128GB സ്റ്റോറേജും വരുന്നൊരു വേരിയൻ്റാണ്. അതിൻ്റെ പ്രൈസിങ് 22,000 ആണ്. പിന്നുള്ളൊരു വേരിയൻ്റ് എന്ന് പറഞ്ഞാൽ 8GB റാമും 128GB സ്റ്റോറേജുമാണ്. അതിൻ്റെ പ്രൈസിങ് 24,000 ആണ്. അതായത് ഇതിൻ്റെ ഡയറക്റ്റ് കോമ്പറ്റീഷൻ ഫോണായിട്ട് വേണമെങ്കിൽ പറയാൻ പറ്റുന്നത് OnePlusൻ്റെ Note CE 5G ആണ്. അപ്പോൾ ആ ഫോണായിട്ട് കമ്പയർ ചെയ്യുമ്പം ആ ഫോൺ ഇതിനെക്കാട്ടി മികച്ച് നിൽക്കുന്ന കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. പക്ഷേ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, ഇവർ ഭയങ്കരമായിട്ട് മാർക്കറ്റ് ചെയ്യുന്നത് ഇതിൻ്റെ ഡിസൈൻ തന്നെയാണ്. അതും എനിക്ക് തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കാര്യം തന്നെയാണ് ഈ ഫോണിന് നമുക്ക് ഈ ഒരു പ്രൈസ് പോയിനകത്ത് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് നിൽക്കുന്ന ഒരു ഫീച്ചറായിട്ട് പറയാൻ പറ്റുന്നത്. അതായത് നിങ്ങൾക്ക് ഡിസൈനാണ് ഏറ്റവും പ്രയോറിറ്റി എങ്കിൽ ഈ ഫോണായിരിക്കും നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് തോന്നാൻ പോകുന്നത്. അത് ഡിസൈൻ ഇവിടെ കാണാൻ നേരം തന്നെ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും, വളരെ സ്ലിമ്മായ ഒരു ഡിസൈനാണ്. നമുക്കിപ്പോൾ അവൈലബിൾ ആയ സ്മാർട്ട് ഫോൺസ് വെച്ച് ഏറ്റവും കനം കുറഞ്ഞൊരു ഫോണാണ് ഈ Mi 11 ലൈറ്റ്. ഇതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 6.81 mm ഉള്ളൂ. അതിൻ്റെ വെയിറ്റ് നല്ല കുറവാണ്. വെയിറ്റ് 157 ഗ്രാംസേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ വീതിയും ഹൈറ്റും ഒക്കെ നോക്കുവാണെങ്കിൽ അത് കുറച്ച് കൂടുതലാണ്. പ്രത്യേകിച്ച് ഇതിൻ്റെ വീതി നല്ല കൂടുതലായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒറ്റ കൈ കൊണ്ടൊന്നും ഈ ഫോൺ ഉപയോഗിക്കാൻ പറ്റത്തില്ല. അത് നല്ല വലിയൊരു ഫോൺ തന്നെയാണ് ഇതെന്ന് പറയുന്നത്. പക്ഷേ നമുക്കിവിടെ കനം കുറഞ്ഞത് ഒരു അട്രാക്റ്റീവായിട്ട് നിൽക്കുന്നൊരു കാര്യം തന്നെയാണ്. അത് നമുക്ക് അറിയാനും പറ്റുന്നുണ്ട്. പിന്നെ വെയിറ്റ് കുറഞ്ഞ കാര്യം നമ്മൾ ഫോൺ എടുക്കുമ്പോൾ അറിയാനും പറ്റുന്നുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ നമുക്കിതിൻ്റെ ഡിസൈനകത്ത് ഇപ്പോൾ ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ ഗ്ലാസ് തന്നെയാണ് വരുന്നത്. അതും ഫ്രണ്ടിലത്തെ ഗ്ലാസ് എന്ന് പറഞ്ഞാൽ Gorilla Glass 5 തന്നെയാണ്. അപ്പോൾ അതെല്ലാം കൊള്ളാം. പക്ഷേ ഇവിടുത്തെ ഫ്രെയിം നോക്കാൻ നേരത്ത് അത് പ്ലാസ്റ്റിക്കാണ്. അതും പ്ലാസ്റ്റിക് ഫ്രെയിം വരുന്ന വലിയ കുഴപ്പമുള്ള ഒരു കാര്യമൊന്നുമല്ല. പക്ഷേ ഈ പ്ലാസ്റ്റിക് ഫ്രെയിമിനകത്ത് ഇതിൻ്റെ ക്വാളിറ്റി കുറവ് കുറച്ച് അറിയുന്നുണ്ടായിരുന്നു. അതായത് ഈ ഫോൺ വളഞ്ഞു പോകണതോ അല്ലെങ്കിൽ ഫോണിൻ്റെ ഗ്യാപ്പോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു. പക്ഷേ ഇവിടുത്തെ ഈ ഫ്രെയിം വെച്ച് നോക്കാൻ നേരത്ത് നമ്മൾ അത്യാവശ്യം നല്ല രീതിയിലൊന്ന് വളയ്ക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഫോൺ ഒടിഞ്ഞു പോകണം എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ വരണമെന്ന് സാധ്യതയൊന്നുമില്ല. പക്ഷേ ഈ ഫ്രെയിം പിടിക്കാൻ നേരത്ത് അങ്ങനത്തെ ഒരു ഫീലിംഗ് വരുന്നുണ്ടായിരുന്നു. പക്ഷേ എന്നാൽ പോലും ഇവിടുത്തെ ഡിസൈൻ്റെ അട്രാക്ഷൻ എന്ന് പറയുന്നത് നല്ലോണം എടുത്ത് നിൽപ്പുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ ഉള്ള കളർ എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ആണ്. അത് ഈ ബ്ലാക്ക് കളറിന് ഗ്ലോസ് ഫിനിഷാണ് വന്നേക്കുന്നത്. അപ്പോൾ ഈ ഗ്ലോസ് ഫിനിഷ് നമ്മൾ ക്ലീൻ ആയിട്ട് വെക്കുവാണെങ്കിൽ നല്ല ലുക്കുണ്ട്. പക്ഷേ ഇത് ക്ലീൻ ആയിട്ട് വെക്കാൻ ഭയങ്കര പാടാണ്. അതായത് ഇതിനകത്ത് നല്ലോണം തന്നെ ഫിംഗർ പ്രിൻറ്റ്സ് പിടിക്കുന്നുണ്ട്. പക്ഷേ അത് ഈ ബ്ലാക്ക് കളറിൽ മാത്രമേ വരൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറെ അവൈലബിൾ ആയ 2 കളേഴ്സ് നോക്കാൻ നേരത്ത്, അതായത് ബ്ലൂവും കോറൽ എന്ന് പറഞ്ഞ കളറുണ്ട്. അപ്പോൾ അതിന് രണ്ടും പോവുകയാണെങ്കിൽ അതിനകത്ത് മാറ്റ് ഗ്ലാസ് ആണ് ബാക്കി വരുന്നത്. അപ്പോൾ ആ കളർ എടുക്കാൻ നേരത്തെ ഇങ്ങനത്തെ ഒരു പ്രശ്നം വരത്തില്ല. അത് ഇവിടുത്തെ ക്യാമറ മോഡ്യൂളിലെ ഡിസൈനൊക്കെ നല്ല ഡിസൈൻ തന്നെയാണ്. അതായത് ഈ ഒരു ബഡ്ജറ്റിനകത്ത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ഡിസൈൻ തന്നെയാണ് ഈ Mi 11 ലൈറ്റിനകത്ത് കിട്ടിയേക്കുന്നത്. പക്ഷേ ഇവിടെ ഇത്രയും സ്ലിമ്മായ ഒരു ഡിസൈൻ വന്നതിൻ്റെ ഒരു പോരായ്മ എന്ന് പറയുന്നത് ഇതിന് നമുക്ക് ഹെഡ്ഫോൺ ജാക്ക് വരുന്നില്ല. അതായത് 3.5 mm ഹെഡ്ഫോൺ ജാക്ക് കിട്ടുന്നില്ല. പക്ഷേ എനിക്ക് അങ്ങനത്തെ ഒരു കാര്യം പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. എന്നാൽ പോലും കുറേ പേർക്ക് അത് വേണമെന്ന് തോന്നുമായിരിക്കും. കാരണം ഹെഡ്ഫോൺസ് കണക്ട് ചെയ്ത് ഉപയോഗിക്കുന്ന ഒരുപാട് പേർക്ക് ഇഷ്ടമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇത് ചില യൂസേഴ്സിന് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നാം. പക്ഷേ ഇവിടെ Xiaomi നമുക്ക് ഹെഡ്ഫോൺ ജാക്ക് ഇല്ലാത്തതുകൊണ്ട് ഒരു ഡോങ്കിൾ തരുന്നുണ്ട്. USB-C to 3.5 mm ഹെഡ്ഫോൺ ജാക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡോങ്കിൾ തരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളതിൽ ഒരു ഹെഡ്ഫോൺ ഉണ്ടെങ്കിൽ, വയർഡ് ഹെഡ്ഫോൺ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഡോങ്കിൾ വഴി ഇത് കണക്ട് ചെയ്യാനും പറ്റുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ ബട്ടൺസ് എടുക്കുവാണെങ്കിൽ ബട്ടൺസിൻ്റെ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. അത് നമ്മുടെ പവർ ബട്ടണിനകത്ത് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ വരുന്നുണ്ട്. അത് ഈ സ്കാനർ എന്ന് പറയുന്നത് അത്യാവശ്യം ഫാസ്റ്റാണ്. പിന്നെ അക്യുറസിക്കകത്ത് പ്രശ്നങ്ങളൊന്നും കണ്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്കാനർ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനറിനെക്കാട്ടിയും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് വർക്ക് ആവുന്ന ഒരു സ്കാനറായിട്ടാണ് എനിക്ക് ഈ സ്കാനറിനെ തോന്നിയിരുന്നത്. പിന്നെ നമുക്ക് ആ കൂടെ കിട്ടുന്ന ഒരു പോർട്ട് USB-C ചാർജിങ് പോർട്ടാണ്. പിന്നെ അതിലൂടെ തന്നെ നമുക്ക് ഒരു കാര്യം ശ്രദ്ധിക്കാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു IR ബ്ലാസ്റ്റർ ഫോൺ അത് കിട്ടുന്നുണ്ട്. പിന്നെ എത്ര സിം ഇടാൻ പറ്റും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ 2 സിം വേണമെങ്കിൽ ഉപയോഗിക്കാം. പക്ഷേ 2 സിം ഉപയോഗിക്കുവാണെങ്കിൽ ഈ സ്റ്റോറേജ് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അതായത് നമുക്കിവിടെ വന്നേക്കുന്ന സിം ട്രേ എന്ന് പറയുന്നത് ഒരു ഹൈബ്രിഡ് സിം ട്രേ ആണ്. അത് ഈ സിം ട്രേക്കകത്ത് നമുക്കൊരു വാട്ടർ റെസിസ്റ്റൻറ്റ് ഗ്യാസ്കറ്റ് കാണാൻ പറ്റുന്നുണ്ട്. അതും ഈ Mi 11 ലൈറ്റിൻ്റെ ഗ്ലോബൽ വേർഷൻ നോക്കുവാണെങ്കിൽ അതിനകത്ത് IP53 റേറ്റിംഗ് കാണിക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യൻ സൈഡിൽ അങ്ങനത്തെ ഒരു റേറ്റിംഗ് കാണിക്കുന്നില്ല. അത് ചിലപ്പോൾ ഒഫീഷ്യലായിട്ട് ഇല്ലാത്തതായിരിക്കും. അതായത് ഒഫീഷ്യലായിട്ട് അങ്ങനെ ഒരു റേറ്റിംഗ് കാണിക്കാത്തതായിരിക്കും. ഇതിനകത്ത് ചിലപ്പോൾ ഒരു IP53 റേറ്റിംഗ് കാണുമായിരിക്കും. അത് നമുക്കൊരു ബേസിക് വാട്ടർ റെസിസ്റ്റൻസ് ചിലപ്പോൾ ഇതിനകത്ത് കിട്ടുന്നുണ്ടായിരിക്കും. പിന്നെ ഡിസൈനകത്ത് നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സൈഡ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഫ്ലാറ്റ് ആയിട്ടിരിക്കുകയാണ്. അതായത് ഒരു മോഡേൺ ടച്ചുള്ള ഒരു ഡിസൈൻ തന്നെയാണ് ഈ Mi 11 ലൈറ്റിന് കിട്ടിയേക്കുന്നത്. അതും Xiaomiയുടെ ഡിസൈൻ മാർക്കറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് നല്ല കാര്യം തന്നെയാണ്. ഇതിൻ്റെ ഡിസൈനാണ് ഈ ഒരു പ്രൈസ് പോയിന്റിനകത്ത് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് നിൽക്കുന്ന കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങൾ മോശമൊന്നല്ല. അത് ബാക്കിയുള്ള കാര്യത്തിനകത്ത് പ്രത്യേകിച്ചും ഡിസ്പ്ലേ നോക്കുവാണെങ്കിൽ ഡിസ്പ്ലേ നല്ലൊരു ഡിസ്പ്ലേനാണ്, നല്ല വലിയൊരു ഡിസ്പ്ലേ ആണ്. അത് നമുക്ക് കണ്ടൻറ്റൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു ഡിസ്പ്ലേ തന്നെയാണ്. 6.55 ഇഞ്ച് ഡിസ്പ്ലേ ആണ്. ഇതൊരു 10-bit AMOLED പാനലും കൂടിയാണ്. അത് മാത്രമല്ല ഇതൊരു ഫുൾ HD പാനലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പിക്സൽ ഡെൻസിറ്റി 402 pp ആണ് കിട്ടിയേക്കുന്നത്. പിന്നെ ഇവിടുത്തെ മാക്സ് ബ്രൈറ്റ്നസ് ലെവൽ നോക്കാൻ നേരത്ത് നമ്മൾ നോർമൽ കണ്ടന്റ് ആണ് കാണുന്നതെങ്കിൽ 500 nits വരെയാണ് കിട്ടുന്നത്. പിന്നെ നമ്മൾ ഹൈ ബ്രൈറ്റ്നസ് മോഡിലേക്ക് കയറുവാണെങ്കിൽ അത് നമ്മൾ HDR കണ്ടന്റ് കാണാൻ നേരത്ത് നമുക്ക് 800 nits വരെ കിട്ടുന്നുണ്ട്. അതുകൂടെ HDR സപ്പോർട്ട് വരുന്നുണ്ട്. HDR10 സപ്പോർട്ട് ഈ ഡിസ്പ്ലേക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഡിസ്പ്ലേയിലെ സ്പെസിഫിക്കേഷനും സപ്പോർട്ടൊക്കെ നോക്കാൻ നേരത്തെ മികച്ച് നിൽക്കുകയാണ്. പിന്നെ ക്വാളിറ്റിക്കകത്തും അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഇവിടെ ഞാൻ കണ്ടൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ
കുറച്ച് കൂളായിട്ടാണ് ഈ ഡിസ്പ്ലേ നിൽക്കുന്നത്. അതായത് ഇതിൻ്റെ ടോൺ നോക്കാൻ നേരത്തെ ഒരു കൂളായിട്ടുള്ള ടോണായിരുന്നു. അതായത് ഇതിൻ്റെ കാലിബ്രേഷൻ കുറച്ചും കൂടി ഒരു വാം ടോണിൽ നിൽക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കാര്യം മാത്രമാണ് ഞാൻ ഈ ഡിസ്പ്ലേയുടെ ക്വാളിറ്റിക്ക് അത് ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ, ബാക്കി നോക്കാൻ നേരത്തെ അതായത് വ്യൂയിങ് ആംഗിൾസ് ഒക്കെ എടുക്കാൻ നേരത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ കളേഴ്സ് ഒക്കെ എടുത്തതിന് നിൽപ്പുണ്ട്. അത് നമ്മൾ ഇവിടുത്തെ ബെസൽസ് നോക്കുകയാണെങ്കിൽ ചെറുതാണ്. പിന്നെ ഹോൾ പഞ്ച് ക്യാമറയുടെ ആ കട്ടൗട്ട് നോക്കാൻ നേരത്തെ കുറച്ച് വലുതാണെങ്കിൽ പോലും നമ്മൾ കണ്ടന്റ് കാണുമ്പോൾ ശ്രദ്ധിക്കാനും പോകുന്നില്ല. ഇനി ഈ ഡിസ്പ്ലേക്കകത്ത് വേറൊരു ഹൈലൈറ്റ് ആയിട്ടുള്ള ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ റിഫ്രഷ് റേറ്റ് 90 Hz ആണ്. അപ്പോൾ അതുള്ളതുകൊണ്ട് തന്നെ നമ്മൾ സ്ക്രോൾ ചെയ്യുന്ന സമയത്തൊക്കെ എല്ലാം സ്മൂത്ത് ആയിട്ട് തന്നെ വർക്ക് ആവുന്നുണ്ട്. അതും ഈ ഒരു റിഫ്രഷ് റേറ്റ് ഉള്ളതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രൊസസ്സർ എന്ന് പറയുന്നത് ഒരു മീഡിയം ലെവലായാൽ പോലും നമുക്ക് കിട്ടുന്ന പെർഫോമൻസിനകത്ത് നമ്മളങ്ങനെ വലിയ ലാഗ് ഒന്നും കാണുന്നില്ലായിരുന്നു. അത് നമ്മൾ നോർമൽ ടാസ്ക് ഒക്കെ ചെയ്യാൻ നേരത്ത് അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് നമുക്ക് തോന്നുന്നുണ്ടായിരുന്നു. എല്ലാം സ്മൂത്ത് ആയിട്ട് ഒരു ഇഷ്യൂ ഇല്ലാത്ത രീതിയിലാണ് വർക്ക് ആവുന്നത്. അതായത് ഇവിടുത്തെ സ്നാപ്ഡ്രാഗൺ 732G എന്ന് പറയുന്ന പ്രൊസസ്സറാണ് നമുക്ക് റെഡ്മിയുടെ നോട്ട് 10 Pro മാക്സോ അല്ലെങ്കിൽ നോട്ട് 10 Proയിലൊക്കെ ഉപയോഗിച്ചേക്കുന്നത്. അപ്പോൾ ആ ലെവൽ പെർഫോമൻസ് തന്നെയാണ് ഇവിടെ വന്നേക്കുന്നത്. ഇവിടുത്തെ റാം എന്ന് പറഞ്ഞാൽ 8GB 6GB ഉണ്ടെന്ന് ഞാൻ പറഞ്ഞതിനകത്ത് തന്നെ ഞാൻ ഉപയോഗിച്ച വേരിയൻറ്റിനകത്ത് 8GB റാമാണ് ഉള്ളായിരുന്നു. പിന്നെ സ്റ്റോറേജ് എന്ന് പറയുന്നത് 2 വേരിയൻറ്റിനകത്ത് 120GB ഉള്ളൂ. അതും UFS 2.2 സ്റ്റോറേജാണ്. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു സ്പെസിഫിക്കേഷൻ വെച്ച് ഇതിൻ്റെ പെർഫോമൻസ് നോക്കാൻ നേരത്ത് നോർമൽ ടാസ്ക് ഞാൻ മുമ്പേ പറഞ്ഞ കണക്കാണ്. നിങ്ങൾക്ക് ഒരു തരത്തിലും ലാഗോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കാണത്തില്ല, സ്ലോ ആവുന്ന കാര്യങ്ങളൊന്നും കാണത്തില്ലായിരുന്നു. പിന്നെ നമ്മൾ ഗെയിമിങ്ങിലേക്ക് കയറാൻ നേരത്ത് അതായത് അത്യാവശ്യം ഹെവിയായ ഒരു ഗെയിം ആണെങ്കിൽ പോലും നമുക്ക് ഗെയിം പ്ലേക്കകത്ത് ഇഷ്യൂസ് ഒന്നും ഇല്ല. അതിനകത്ത് തന്നെ ഫ്രെയിം ഡ്രോപ്സ് ഒക്കെ കുറവാണ്. പക്ഷേ ഒരു 10-15 മിനിറ്റൊക്കെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഗെയിം കളിക്കുന്ന സമയത്ത് ഫോൺ ചൂടാവുന്നൊരു കാര്യം ശ്രദ്ധിച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോൺ ചൂടായിട്ട് നമ്മൾ ഗെയിം നിർത്തേണ്ട ആവശ്യമൊന്നും വരുന്ന കണക്കല്ല. അത് നമുക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും വരത്തില്ല. പക്ഷേ എന്നാലും കുറച്ച് ചൂടാവുന്നുണ്ടായിരുന്നു. അതും ഇവിടെ ഷോമി പറഞ്ഞേക്കുന്നത് അവർ ലിക്വിഡ് കൂളിംഗ് ടെക്നോളജി ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ്. അപ്പോൾ അങ്ങനത്തെ ടെക്നോളജി ഉണ്ടായിട്ട് പോലും ആ ചൂടാവുന്ന കാര്യം ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. അത് പക്ഷേ നമുക്കിവിടെ നല്ല ഹെവിയായ ടാസ്ക് ചെയ്യുമ്പോൾ മാത്രമാണ്. ഇപ്പോൾ നോർമലായ സാധാ ടാസ്ക് ഒക്കെ ചെയ്യുവാണെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരത്തില്ല. അത് ഇവിടുത്തെ റാം മാനേജ്മെൻറ്റ് കാര്യം പറയാൻ നേരത്ത് ഈ 8GB റാം വേരിയൻറ്റിനകത്തും റാം മാനേജ്മെൻറ്റ് കുറച്ച് മോശമായിരുന്നു. ഒരു 4 തൊട്ട് 5 ആപ്പൊക്കെ മെമ്മറിയിൽ ഓപ്പൺ ആയി കിടക്കും. അപ്പോൾ അതിന് മുകളിൽ പോകാൻ നേരത്ത് ആപ്പ് റീലോഡിങ് നടക്കുന്നുണ്ടായിരുന്നു. അത് നമുക്കത് ഹെവി ആപ്പൊന്നും ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു നോർമൽ ആപ്പ് ആണെങ്കിൽ പോലും അങ്ങനത്തെ റീലോഡിങ് കാണുന്നുണ്ടായിരുന്നു. അത് റീലോഡിങ് ടൈം എന്ന് പറയുന്നത് അങ്ങനെ ഭയങ്കര കൂടുതലൊന്നുമല്ല. അത്യാവശ്യം ഹെവി ആപ്പ് ആണെങ്കിൽ കുറച്ച് സമയം എടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊടുത്ത് പെർഫോമൻസ് എന്ന് പറയുന്നത് ഈ ഒരു ബഡ്ജറ്റിനകത്ത് അങ്ങനെ ഭയങ്കര കംപ്ലയിൻറ്റ് പറയേണ്ട കാര്യമൊന്നുമല്ല. പക്ഷേ ഇതിൻ്റെ കോമ്പറ്റീഷൻ ഫോണായ OnePlus Nord CE എടുക്കുവാണെങ്കിൽ അതിനകത്ത് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് പ്രൊസസ്സറാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു അഡ്വാൻറ്റേജ് Nord CEക്ക് വരുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല റെഡ്മിയുടെ നോട്ട് 10 Pro മാക്സ് എടുക്കാൻ നേരത്ത് അത് ഇത്രയധികം ചൂടാവുന്നൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു. പക്ഷേ ഈ റെഡ്മി നോട്ട് 10 Pro സീരീസിനകത്തോ അതേക്കന്നെ ഈ Mi 11 ലൈറ്റിനകത്തോ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ UI ആണ്. MIUI എനിക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. Android 11 ചെയ്തേക്കുന്നത്. അത് അപ്ഡേറ്റ്സ് ഒക്കെ അത്യാവശ്യം വരുന്നുണ്ട്. പക്ഷേ എന്നാൽ പോലും എനിക്ക് ഈ സ്കിൻ അത്ര ഇഷ്ടമല്ല. അതും ആഡുള്ള കാര്യം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആഡ്സ് എന്ന് പറയുന്ന കാര്യം നമുക്ക് ലോക്ക് സ്ക്രീനകത്ത് കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം ഓഫ് ചെയ്തിട്ടും അങ്ങനത്തെ ഒരു കാര്യം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ചും ഈ ഒരു ബഡ്ജറ്റ് കൊടുത്തെടുക്കാൻ നേരത്ത് അങ്ങനത്തെ ഒരു ആഡ് കാണിക്കുന്ന കാര്യം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടുമില്ല. ഇപ്പോൾ ഇവിടുത്തെ പ്രൊസസ്സറും യൂസർ എക്സ്പീരിയൻസ് പറയുന്ന കാര്യം നല്ലതാണെങ്കിൽ പോലും ഇവിടുത്തെ കോമ്പറ്റീഷൻ ഫോൺസോട് എടുക്കാൻ നേരത്ത് ഈ Mi 11 ലൈറ്റ് അതിനൊപ്പം പിടിച്ചിരിക്കാൻ പറ്റുന്നില്ല. പക്ഷെ അങ്ങനെ വരുവാണെങ്കിലും നമുക്കിവിടെ പിടിച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബെറ്ററായിട്ട് വന്നേക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ സ്പീക്കർ സിസ്റ്റം തന്നെയാണ്. അതിപ്പോൾ നമുക്ക് റെഡ്മി ഫോൺസോ അല്ലെങ്കിൽ Mi ഫോൺസ് എടുത്താലോ കാണാൻ പറ്റുന്നൊരു കാര്യമാണ്. ഡ്യുവൽ സ്പീക്കേഴ്സാണ് വന്നേക്കുന്നത്. അത് നമുക്ക് ഈ Mi 11 ലൈറ്റിലും അങ്ങനെ തന്നെയാണ് കിട്ടുന്നത്. ഡ്യുവൽ സ്പീക്കേഴ്സ് ഉണ്ട്. ഈ താഴെ കാണുന്ന ഗ്രില്ലും നമ്മുടെ ഇയർ പീസും സ്പീക്കറാണ്. അത് ഇതിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ട് നല്ല തന്നെയാണ്. നല്ല രീതിയിൽ തന്നെ ലൗഡ്നെസ് കിട്ടുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് ക്വാളിറ്റിക്കകത്ത് അങ്ങനെ പ്രശ്നങ്ങളൊന്നും തോന്നിയില്ല. നമ്മൾ മാക്സ് ക്വാളിറ്റി വെച്ചാൽ പോലും അങ്ങനെ ക്വാളിറ്റി പ്രശ്നങ്ങളൊന്നും കണ്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് സ്പീക്കർ സിസ്റ്റം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് ഈ സ്പീക്കർ സിസ്റ്റത്തിൻ്റെ കൂടെ തന്നെ ഇവിടുത്തെ ഇയർ പീസിന് നല്ല ക്വാളിറ്റി ഉള്ളതുകൊണ്ട് കോൾ ചെയ്യുന്ന സമയത്ത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് വരുന്നത്. പക്ഷെ അങ്ങനെയൊക്കെ പറയുവാണെങ്കിലും ഇവിടുത്തെ വൈബ്രേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് നല്ല മോശമായിരുന്നു. അതായത് നമുക്ക് നല്ല വില കുറഞ്ഞ ഫോൺസിനകത്ത് വരുന്ന കണക്കത്തെ ഒരു വൈബ്രേഷൻ സിസ്റ്റമാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വൈബ്രേഷൻ ഫീഡ്ബാക്ക് ഓഫ് ചെയ്തിട്ടാണ് ഞാൻ ഉപയോഗിച്ചത്. ഇനി നമുക്ക് ഈ ഫോണിനകത്ത് അടുത്ത് നോക്കാനുള്ളത് ക്യാമറ സിസ്റ്റമാണ്. അത് ഇങ്ങനത്തെ ഒരു ബഡ്ജറ്റിനകത്ത് സാധാരണ ക്യാമറ സിസ്റ്റം നല്ല മോശമാവേണ്ടതാണ്. അത് ഇവിടെ നമ്മൾ ബാക്കി നോക്കാൻ നേരത്ത് നമുക്ക് 3 ക്യാമറയാണ് കിട്ടുന്നത്. ഇവിടുത്തെ മെയിൻ ക്യാമറ എന്ന് പറയുന്നത് ഒരു 64 MP ക്യാമറയാണ്. ഇതിൻ്റെ ആപ്പർച്ചർ f1.79 ആണ്. പിന്നെ നമുക്കൊരു മാക്രോ ക്യാമറ കിട്ടുന്നുണ്ട്. അതൊരു 5 MP മാക്രോ ക്യാമറയാണ്. ഇതിൻ്റെ ആപ്പർച്ചർ f2.4 ആണ്. പിന്നെ അവസാനം വരുന്നൊരു ക്യാമറ എന്ന് പറയുന്നത് ഒരു 8 MP അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയാണ്. അതിൻ്റെ ഫീൽഡ് ഓഫ് വ്യൂ 119 ഡിഗ്രിയും ആപ്പർച്ചർ f2.2 ആണ്. അത് ഇവിടുത്തെ ഈ മെയിൻ ക്യാമറ വെച്ചെടുക്കുന്ന ഫോട്ടോസിൻ്റെ കാര്യം നോക്കാൻ നേരത്ത് കുഴപ്പമില്ലാത്ത ഫോട്ടോസ് എന്ന് മാത്രമേ പറയാൻ പറ്റൂ. അപ്പോൾ നല്ല ലൈറ്റിംഗ് ആണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഫോട്ടോസ് തന്നെയാണ്. നമ്മളിപ്പം ഇൻസ്റ്റാഗ്രാമിലൊക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ക്വാളിറ്റി ഫോട്ടോ കണക്കെ തോന്നിയൊക്കെ ചെയ്യും. പക്ഷേ നമ്മൾ നൈറ്റ് മോഡ് ഓൺ ചെയ്യേണ്ട ഒരു സമയത്തേക്ക് വരാൻ നേരത്ത് അതിനകത്ത് ക്വാളിറ്റിക്ക് അത് ഭയങ്കര കുറവ് കാണുന്നുണ്ടായിരുന്നു. അത് നമുക്കങ്ങനെ ഒരു പ്രത്യേകതയൊന്നും ഈ നൈറ്റ് മോഡിൽ നിന്ന് കിട്ടുന്നില്ലായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു പോരായ്മയുണ്ട്. അതായത് നമുക്ക് ലൈറ്റ് കുറഞ്ഞൊരു സിറ്റുവേഷനകത്ത് ഫോട്ടോയുടെ ക്വാളിറ്റി നല്ലോണം കുറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊരു പോരായ്മയാണ്. പക്ഷേ എന്നാലും നമുക്ക് നല്ല ലൈറ്റിങ്ങിനകത്ത് നമുക്ക് കുഴപ്പമില്ലാത്ത ഫോട്ടോസ് വരുന്നതുകൊണ്ട് തന്നെ അതൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫോട്ടോസ് തന്നെയാണ്. അത് നമുക്ക് നല്ല ലൈറ്റിങ്ങിൽ എടുക്കുന്ന ഫോട്ടോസിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് സാച്ചുറേഷൻ കൂടി കണക്കത്തെ ഫോട്ടോസാണ് വന്നേക്കുന്നത്. അതായത് കളേഴ്സൊക്കെ എടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഡൈനാമിക് റേഞ്ച് വലിയ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ നമുക്ക് ഈ മെയിൻ ക്യാമറ വെച്ചെടുക്കുന്ന വീഡിയോയിലേക്ക് പോകാൻ നേരത്ത് അത്യാവശ്യം മോശമായിരുന്നു. നമുക്കിവിടെ 4K 30 FPS എടുക്കാൻ പറ്റും, 1080p 60 എടുക്കാൻ പറ്റും. പക്ഷേ അതിനകത്തൊന്നും സ്റ്റെബിലൈസേഷൻ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് അല്ലെങ്കിൽ ആ ഒരു സെറ്റിങ്ങിനകത്തിട്ട് എടുക്കാൻ നേരത്ത് നമ്മൾ എടുക്കുന്ന വീഡിയോസിനകത്ത് നല്ല രീതിയിൽ തന്നെ ഷേക്ക് വരുന്നുണ്ടായിരുന്നു. അത് ഫോക്കസിങ്ങിനും കുറച്ച് സമയം എടുക്കുന്നുണ്ടായിരുന്നു. അത് നമുക്ക് 1080p 30 എടുത്തു കഴിഞ്ഞാൽ ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷൻ കിട്ടുന്നുണ്ട്. പക്ഷേ ഞാൻ ആ ഒരു സെറ്റിംഗ് പ്രിഫർ ചെയ്തില്ല. കാരണം കുറച്ചും കൂടെ സോഫ്റ്റ് ആയിട്ടാണ് ആ വീഡിയോ വന്നിരുന്നത്. അതായത് വീഡിയോ റെക്കോർഡിങ്ങിന് പറ്റിയൊരു ക്യാമറയല്ല ഈ Mi 11 ലൈറ്റിനകത്ത് കിട്ടിയേക്കുന്നത്.
പിന്നെ നമ്മളെടുത്ത് അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ നോക്കുവാണെങ്കിൽ അങ്ങനത്തെ ഒരു ഓപ്ഷനുള്ള കൊള്ളാം എന്ന് കരുതി ആ ഒരു ക്യാമറ ഏറ്റവും ബെസ്റ്റ് ക്യാമറ ഒന്നുമല്ല. പക്ഷേ നമുക്ക് ഈ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയുടെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നൈറ്റ് മോഡ് അതിനകത്ത് സപ്പോർട്ട് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ലൈറ്റ് കുറഞ്ഞ സമയത്ത് അൾട്രാ വൈഡ് ആംഗിൾ ഷോട്ട് എടുക്കാൻ നോക്കുവാണെങ്കിൽ നമുക്ക് വലിയ കുഴപ്പമില്ലാത്ത രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ പറ്റും. പക്ഷേ എന്നാലും ഞാൻ പറഞ്ഞില്ലേ, അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ എന്ന് പറഞ്ഞാൽ ഏറ്റവും മികച്ചൊന്നുമല്ല, അങ്ങനെ ഒരു ഓപ്ഷൻ ഉള്ളത് നമുക്ക് എന്നും നല്ലതെന്ന് മാത്രമേ പറയാൻ പറ്റൂ. പക്ഷേ ഇവിടുത്തെ മാക്രോ ക്യാമറ നല്ലൊരെണ്ണമാണ്. അതായത് ഈ 5 മെഗാ പിക്സൽ ക്യാമറ വെച്ചെടുക്കുന്ന 5 മെഗാ പിക്സൽ മാക്രോ ക്യാമറ വെച്ചെടുക്കുന്ന മാക്രോ ഷോട്ട്സ് എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ബാക്ക് ക്യാമറയുടെ കാര്യം എന്ന് പറയുന്നത്. നമ്മൾ ഫ്രണ്ട് ക്യാമറയിലേക്ക് പോകാൻ നേരത്ത് ഫ്രണ്ടിൽ വന്നേക്കുന്നത് ഒരു 16 മെഗാ പിക്സൽ ക്യാമറയാണ്. ഇതിൻ്റെ ആപ്പർച്ചർ f2.45 ആണ്. ഇതിനകത്ത് നമ്മൾ ഫോട്ടോസ് നോക്കാൻ നേരത്ത് അത്യാവശ്യം പ്രോസസ്സിംഗ് ഉണ്ടെങ്കിൽ പോലും ഷാർപ്നെസ് അത്യാവശ്യം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. എനിക്ക് ഈ ഫോട്ടോസ് വലിയ കുഴപ്പമുള്ളതായിട്ട് തോന്നിയിട്ടില്ല. അതായത് നമ്മളൊരു ഇൻഡോർ ഷോട്ട് എടുത്താലോ അല്ലെങ്കിൽ ഔട്ട്ഡോർ ഷോട്ട് എടുത്താലോ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സെൽഫീസ് തന്നെയാണ് ഈ ഫ്രണ്ട് ക്യാമറ എടുക്കുന്നത്. അപ്പോൾ അത് കണക്ക് തന്നെയാണ് വീഡിയോസ് എന്ന് പറയുന്നത്. നമുക്ക് വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന തന്നെയാണ്. നമുക്ക് വ്ളോഗിങ്ങിനൊന്നും പറ്റിയൊന്നുമല്ല, എന്നാലും നമുക്കിവിടെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലാണ് വരുന്നത്. അത് സാച്ചുറേഷൻ കൂടിയ വീഡിയോ തന്നെയാണ് വന്നേക്കുന്നത്. ഫോക്കസിങ്ങിൽ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. എന്നാലും സ്റ്റെബിലൈസേഷൻ ഇഷ്യൂ ഉണ്ട്. പക്ഷെ നമ്മൾ ഒരുപാട് മൂവ്മെൻ്റ് ഒന്നും ഇല്ലാത്തൊരു വീഡിയോ ആണെങ്കിൽ നമുക്ക് ഈ ഫ്രണ്ട് ക്യാമറ വീഡിയോ ഉപയോഗിക്കാൻ പറ്റുന്നത് തന്നെയാണ്. ഇവിടുത്തെ ക്യാമറ സിസ്റ്റം എന്ന് പറയുന്നത് ഏറ്റവും മികച്ചൊന്നല്ലെങ്കിൽ പോലും നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് കിട്ടിയേക്കുന്നത്. പക്ഷേ ഈ ഒരു ബഡ്ജറ്റിനകത്ത് എന്തായാലും ഇതിനെക്കാട്ടിയും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ ഞാൻ എന്തായാലും OnePlusൻ്റെ Note CE തന്നെ ആയിരിക്കും പറയുന്നത്. അതായത് ക്യാമറയ്ക്കകത്ത് അഡ്വാൻറ്റേജ് OnePlus Note CEക്ക് വരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് Redmi Note 10 Pro Max എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ക്യാമറ സിസ്റ്റം ഇതിനെക്കാട്ടിയും കുറച്ചുകൂടെ ബെറ്റർ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്യാമറയ്ക്കകത്തും ഈ Mi 11 Lite അങ്ങനെ പ്രത്യേകതയൊന്നുമില്ല. അത് നമ്മൾ ഈ ക്യാമറയ്ക്കകത്ത് പ്രത്യേകതയൊന്നും ഇല്ലാത്ത കാര്യം ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അടുത്ത കാര്യമായ ബാറ്ററി നോക്കാൻ നേരത്ത് അത് അത്യാവശ്യം മോശമായൊരു കാര്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നേക്കുന്ന ബാറ്ററി സൈസ് ഒരു ആൻഡ്രോയിഡ് ഫോൺ, പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു ഫോൺ വെച്ച് നോക്കാൻ നേരത്ത് കുറച്ച് കുറവാണ്. 4250 mAh ബാറ്ററിയാണ് വന്നേക്കുന്നത്. പിന്നെ അത് മാത്രമല്ല ഇവിടുത്തെ ഒപ്റ്റിമൈസേഷൻ കുറച്ച് മോശമെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ടാകാം എനിക്ക് കിട്ടിയ സ്ക്രീൻ ഓൺ ടൈം എന്ന് പറയുന്നത് ഒരു 4.5 മണിക്കൂർ റേഞ്ച് മാത്രമേ ഉള്ളൂ. അത് ഇങ്ങനത്തെ ഒരു സ്ക്രീൻ ഓൺ ടൈം വന്നേക്കുന്നത് ഒരു ആവറേജ് തൊട്ടൊരു ഹെവി യൂസ് ചെയ്ത സമയത്താണ്. അപ്പോൾ ഭയങ്കര ഹെവി യൂസാണ് ചെയ്യുന്നതെങ്കിൽ ഇതിനെക്കാട്ടിയും കുറവായിരിക്കും സ്ക്രീൻ ഓൺ ടൈം. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിച്ചോണം. പക്ഷേ നമ്മളിവിടെ നോർമൽ യൂസാണ് നോക്കുന്നതെങ്കിൽ, അതായത് നമുക്ക് നെറ്റ് ബ്രൗസിങ്ങോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാത്രമേ ഉള്ളെങ്കിൽ ഒരു ദിവസമൊക്കെ ബാറ്ററി ബാക്കപ്പ് എന്തായാലും നിൽക്കും. അപ്പോൾ അല്ലാത്തൊരു യൂസർ ആണെങ്കിൽ ഒരു 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ രാവിലെ ചാർജ് ചെയ്ത് ഉപയോഗിച്ച് ഒരു വൈകിട്ട് 7 മണി 8 മണിയൊക്കെ ആവാൻ നേരത്ത് ഒരു 10% താഴേക്ക് ബാറ്ററി പോവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ബാറ്ററി ബാക്കപ്പ് എന്ന് പറയുന്നത് ഈ ഫോണിനകത്ത് കുറച്ച് മോശമായിട്ടാണ് എനിക്ക് തോന്നിയത്. അല്ലെങ്കിൽ ഒരു ആവറേജ് ആയിട്ടേ പറയാൻ പറ്റുന്നുള്ളൂ. പക്ഷെ നമുക്ക് ഇവിടുത്തെ ചാർജിങ് എടുക്കാൻ നേരത്ത് 33 വാട്ട് ചാർജർ നമ്മൾ ഫോണിൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ചാർജർ വെച്ചാണ് ചാർജ് ചെയ്യുന്നതെങ്കിൽ നമുക്കൊരു 1 മണിക്കൂറും 10 മിനിറ്റും കൊണ്ട് 0 to 100% ചാർജ് എടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. കാരണം ചാർജിങ് അത്യാവശ്യം ഫാസ്റ്റാണ്. ബാറ്ററിക്ക് ഭയങ്കര സൈസ് ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ വന്നേക്കുന്നത്. അത് Redmi Note 10 Pro Max എടുക്കാൻ നേരത്ത് കുറച്ചും കൂടെ സമയം എടുത്തായിരുന്നു അത് ചാർജ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അതിനെക്കാട്ടിയും കുറച്ചും കൂടെ വേഗം ചാർജായി കിട്ടും. പക്ഷേ എന്നാലും ഇവിടെ ബാറ്ററി ബാക്കപ്പിനകത്ത് ചെറിയൊരു ഇഷ്യൂ ഞാൻ കണ്ടായിരുന്നു. അതുപോലെ നമുക്ക് വയർലെസ് ചാർജിങ് കിട്ടുമെന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ അങ്ങനത്തെ ചാർജിങ് ഒന്നും കിട്ടത്തില്ല. പിന്നെ വേറെ കാര്യം ശ്രദ്ധിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോണിനകത്ത് NFC സപ്പോർട്ടും വരുന്നില്ല. പക്ഷേ ഇവിടുത്തെ ബ്ലൂടൂത്ത് വെർഷൻ എടുക്കുവാണെങ്കിൽ അത് 5.1 ആണ്. പിന്നെ വൈഫൈ നോക്കാൻ നേരത്ത് ഡ്യുവൽ ബാൻഡ് വൈഫൈ ആണ്. പിന്നെ സെൻസേഴ്സ് എല്ലാം കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യത്തിൽ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. പിന്നെ അതിനകത്ത് നമുക്ക് ഈ ഫോണിൻ്റെ കൂടെ ഒരു ട്രാൻസ്പെറൻറ്റ് കേസ് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫിംഗർ പ്രിൻസിൻ്റെ കാര്യം കുറച്ച് മാറ്റണമെങ്കിൽ വേണമെങ്കിൽ ആ കേസ് ഇട്ട് ഉപയോഗിക്കാം. പക്ഷേ എന്നാലും നമുക്ക് മൊത്തത്തിൽ അത് മാറി കിട്ടണമെങ്കിൽ ഈ ഗ്ലോസ് ഫിനിഷുള്ള ഗ്ലാസിന് പകരം ആ മാറ്റ് ഫിനിഷ് വരുന്ന കളേഴ്സ് എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇതൊക്കെയാണ് Mi 11 Liteൻ്റെ മൊത്തത്തിലുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. അതും ഈ ഒരു ഫോൺ എന്ന് പറയുന്നത് ഈ ഒരു ബഡ്ജറ്റിനകത്ത് റെക്കമെൻഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു ഫോണാണ്. ഇതിൻ്റെ ആൾക്കൂടുള്ളൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് ആൾക്കാരെ കാണിക്കാൻ നല്ലൊരു ഡിസൈനുള്ള ഫോൺ വേണമെങ്കിൽ അതിന് വേണ്ടി മാത്രം എടുക്കാൻ പറ്റും. കാരണം ബാക്കിയുള്ള രീതി നോക്കാൻ നേരം ഇതിനകത്ത് നല്ല കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ പോലും, കാരണം ഇതിൻ്റെ ഡിസ്പ്ലേ നല്ലതാണ്, ഓഡിയോ ഔട്ട്പുട്ടൊക്കെ നല്ലതാണെങ്കിലും പിന്നെ പെർഫോമൻസിനകത്ത് അങ്ങനെ ഇഷ്യൂസ് ഒന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് ഇതിനെക്കാട്ടിയും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ ഈ ഒരു ബഡ്ജറ്റോ അല്ലെങ്കിൽ ഇതിനെക്കാട്ടിയും കുറച്ച് തന്നെ കിട്ടുന്നുണ്ട്. അതായത് ഇതിൻ്റെ കോമ്പറ്റീഷൻ ഫോണായിട്ട് നമ്മൾ OnePlusൻ്റെ Note CE നോക്കുവാണെങ്കിൽ ആ Note CE തന്നെയാണ് ഇതിനെക്കാട്ടിയും ബെറ്റർ ആയിട്ടുള്ള ഫോൺ. അപ്പോൾ അതിൻ്റെ കാരണം എന്ന് പറയുന്നത് അതിനകത്ത് 5G ഉള്ളതൊന്നുമല്ല. ആ 5G എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുത്ത് പറയുന്ന പോലുമില്ല. കാരണം നമുക്ക് ഇന്ത്യയിൽ കിട്ടുന്ന വേരിയൻറ്റിനകത്ത് Note CEക്കകത്ത് ഒരു ബാൻഡ് 5G മാത്രമേ ഉള്ളൂ. അതും Mi 11 Liteനകത്ത് 5G ഇല്ലാത്തൊരു വലിയ പോരായ്മയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ബാക്കിയുള്ള എല്ലാ ഫീച്ചേഴ്സും അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുവാണെങ്കിൽ Note CE ഈ Mi 11 Liteനെക്കാട്ടിയും ബെറ്റർ ആയിട്ട് ഫോൺ തന്നെയാണ്. അതിനൊക്കെ തന്നെ Redmiയുടെ Note 10 Pro Maxും ഇതിലും ബെറ്റർ ആയ ഓപ്ഷൻ തന്നെയാണ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. അത് കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനൽ പ്രൊമോട്ടും ചെയ്യുക. നമുക്ക് എത്രയും പെട്ടെന്ന് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.